സിമ്പിൾ പെൻഡുലം. നോക്കൂ മക്കളെ, സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സ്ട്രിങ് ഉണ്ട്. ഈ സ്ട്രിങ്ങിന്റെ അറ്റത്താണെങ്കിൽ അതിൻ്റെ എൻഡിലാണെങ്കിൽ ഞാനൊരു മാസിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തെ ഞാനാണെങ്കിൽ ഓസിലേറ്റ് ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ ഈ ഒരു സംവിധാനത്തിനെ, ഈ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ പെൻഡുലം. സോ ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഒരു സ്ട്രിങ് ഉണ്ട്, സ്ട്രിങ്ങിന്റെ ലെങ്ത് L ആണ്. അതുപോലെ ഒരു ബോബ് ഉണ്ട്, ബോബിന്റെ മാസ് M ആണ്. ഇനിയാണെങ്കിൽ ഇതിനെ ഞാൻ എന്ത് ചെയ്യാവുന്ന ഓസിലേഷൻ വിധേയമാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. നമ്മളാണെങ്കിൽ നേരത്തെ സ്പ്രിംഗ് പെൻഡുലം ഒക്കെ പഠിച്ചപ്പോൾ സ്പ്രിംഗ് പെൻഡുലം എങ്ങനെ ഓസിലേറ്റ് ചെയ്തത്? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തു, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തു. ശരിയാണോ? ഇവിടെയാണെങ്കിൽ സിമ്പിൾ പെൻഡുലം എങ്ങനെ ഓസിലേറ്റ് ചെയ്യണേ? ഒരു കർവേച്ചർ പാത്തിലൂടെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരം ഓസിലേഷനെ വിളിക്കുന്ന പേരാണ്, ഈ കർവേച്ചർ പാത്തിലൂടെ കിടന്ന് ഓസിലേറ്റ് ചെയ്തതിന ഓസിലേഷനെ വിളിക്കുന്ന പേരാണ്, അത്തരം സിമ്പിൾ ഹാർമോണിക് മോഷനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തായിരുന്നു? ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ജനറൽ ഇക്വേഷൻ ഒക്കെ പഠിച്ചു, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. എന്തൊക്കെയായിരുന്നു? d² x dt² പ്ലസ് ω² ex വിച്ച് ഈസ് ഈക്വൽ ടു 0. എന്തായിരുന്നു? ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മളുടെ ഈ ബോബ്, ഈ പാർട്ടിക്കിൾ എങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്? അതൊരു കർവേച്ചറിലൂടെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇത്തരം സിമ്പിൾ ഹാർമോണിക് മോഷനെ വിളിക്കുന്ന പേരാണ് ആംഗുലാർ SHM, ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ശരി, ഇവിടെയാണെങ്കിൽ പാർട്ടിക്കിൾ ഇങ്ങനെ കടന്ന് ഓസിലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഇതിനൊരു മീൻ പൊസിഷൻ കാണും, ഒരു പോസിറ്റീവ് എക്സ്ട്രീം കാണും, ഒരു നെഗറ്റീവ് എക്സ്ട്രീമും കാണും. നോക്ക്, എന്താണ് മീൻ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, എവിടെയാണോ നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആയത് ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മളുടെ മീൻ പൊസിഷൻ. മക്കളെ, ഇവിടെയാണെങ്കിൽ നമ്മുടെ സിമ്പിൾ പെൻഡുലം അനങ്ങാതിരിക്കുമ്പോൾ നോക്ക്, mg ആണെങ്കിൽ താഴേക്ക് ആക്ട് ചെയ്യും. കണ്ടോ? mg എന്ത് ചെയ്യും? താഴേക്ക് ആക്ട് ചെയ്യും. അതുപോലെയാണെങ്കിൽ ടെൻഷൻ എന്ത് ചെയ്യും? ഈ സ്ട്രിങ്ങിനകത്ത് ആക്ട് ചെയ്ത ടെൻഷൻ എന്ത് ചെയ്യും? അകന്നു മാറാൻ നോക്കും, അറ്റാച്ച് ചെയ്ത മാസിൽ നിന്നും അകന്നു മാറാൻ നോക്കും. സോ ടെൻഷൻ ഇവിടെ ഇങ്ങനെയാണ്. നമുക്ക് മനസ്സിലായി, ഈ താഴേക്ക് ആക്ട് ചെയ്യുന്ന mgയും മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ടെൻഷനും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാം mg ആർക്ക് ഈക്വൽ ആണ്? ടെൻഷൻ ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ്, ഈ A എന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് മീൻ പൊസിഷൻ. ഇത് വിളിക്കും മീൻ പൊസിഷൻ. സോ ഇവിടെ സിമ്പിൾ പെൻഡുലം മീൻ പൊസിഷനിൽ റെസ്റ്റിലിരിക്കുകയാണ്, അനങ്ങാതിരിക്കുകയാണ്. ഇനിയാണെങ്കിൽ ഞാൻ ഈ മീൻ പൊസിഷനിൽ നിന്നും സിമ്പിൾ പെൻഡുലത്തിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കാൻ പോവുകയാണ്. പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? മീൻ പൊസിഷനിൽ നിന്നും ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി കൊടുത്തു. സോ ഇവിടെ ഞാൻ തീറ്റ ആംഗിൾ ആണെങ്കിൽ, ഉണ്ടോ, തീറ്റ ആംഗിൾ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഇതിനെ മൂവ് ചെയ്യിച്ചു, ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ റിലീസ് ചെയ്ത് എന്ത് ചെയ്യും? അത് ഇവിടെ നിൽക്കുകയില്ല, അതെന്ത് ചെയ്യും? പഴയ യഥാസ്ഥാനത്തേക്ക് മടങ്ങി വരും. അതിങ്ങനെ പതുക്കെ എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്ത് തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്തു തുടങ്ങും. സോ നമുക്ക് മനസ്സിലായി, ഇവിടെ ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം മക്കളെ? ഇവിടെയാണെങ്കിൽ ഒരു ഫോഴ്സ് വേണം. പക്ഷെ ഇവിടെ ഫോഴ്സ് അല്ല വേണ്ടുന്നത്, ഇത് ആംഗുലാർ SHM ആണ്. ഇവിടെ ഒരു കർവേച്ചർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. സോ ഫോഴ്സിന് പകരം പറയണം ടോർക്ക് വേണമെന്ന് പറയണം. സോ ഇവിടെയാണെങ്കിൽ ഒരു റീസ്റ്റോറിങ്. നോക്ക്, ഇവിടെയാണെങ്കിൽ എങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ പാർട്ടിക്കിൾ ആണെങ്കിൽ മെയിൻ പൊസിഷൻ ഇരിക്കുകയാണ്. ഞാൻ അതിലേക്ക് ഒരു ഡിസ്റ്റർബൻസ് കൊടുത്തു. അതെന്ത് ചെയ്തു? അതിൻ്റെ എക്സ്ട്രീം പോയിന്റിലേക്ക്, പോസിറ്റീവ് എക്സ്ട്രീമിലേക്ക് പോയി. അതിനുശേഷം എന്ത് ചെയ്യും? റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ഒരു എന്തുണ്ടാവും മക്കളെ? റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? എക്സ്ട്രീം പൊസിഷനിൽ നിന്നും അതിന്റെ മീൻ പൊസിഷനിലേക്ക് മടങ്ങി വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെയാണെങ്കിൽ ഫോഴ്സ് ആണോ ആക്ട് ചെയ്യേണ്ടത്? അല്ല, ഫോഴ്സ് അല്ല ആക്ട് ചെയ്യേണ്ടത്. പകരം എന്താണ് ആക്ട് ചെയ്യേണ്ടത്? ടോർക്കാണ് ആക്ട് ചെയ്യേണ്ടത്. കാരണം എന്താണ്? ആംഗുലാർ SHM ആണ്, ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. സോ ഇവിടെയാണെങ്കിൽ ഒരു കർവേച്ചർ പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് വേണ്ടുന്നത് എന്താണ്? റീസ്റ്റോറിങ് ഫോഴ്സ് അല്ല, അതിന് പകരം വേണ്ടുന്നത് റീസ്റ്റോറിങ് ടോർക്കാണ്. ശരി, നമുക്ക് റീസ്റ്റോറിങ് ടോർക്കിനെ കണ്ടുപിടിക്കാം. നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ mg ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? mg ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഭൂമിയിലേക്ക് നേരെയാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് mg ആക്ട് ചെയ്യുന്നത്. എനിക്ക് വേണമെങ്കിൽ ഈ mgയെ 2 കമ്പോണൻസ് ആയിട്ട് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ഇതെന്താണ് മക്കളെ? mg. നോക്ക്, ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയാണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ, ഈ തീറ്റയ്ക്ക് അടുത്തിരിക്കുന്ന കമ്പോണന്റ് എന്താണ്? കോസ് കമ്പോണന്റ് ആണ്, mg കോസ് തീറ്റ. ഇതെന്തായിരിക്കും? mg സൈൻ തീറ്റ.
ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ, സിമ്പിൾ കാര്യമാണ്. നമ്മൾ ലോസ് ഓഫ് മോഷനിലും ധാരാളം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ശരി, ഇനിയാണെങ്കിൽ എം ജി സൈൻ തീറ്റ എങ്ങോട്ട് ആക്ട് ചെയ്യണത്? ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യണത്. ശരിയാണോ? എം ജി സൈൻ തീറ്റ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എം ജി കോസ് തീറ്റ താഴേക്കും ആക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. മക്കളെ, ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് റൊട്ടേഷൻ. എന്താണ്? പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്നോ പോയിന്റ് ഓഫ് റൊട്ടേഷൻ എന്നോ ഒക്കെ വിളിക്കാൻ കഴിയും. സോ ഈ പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആര് തിരിയുന്നത്? നമ്മുടെ സിമ്പിൾ പെൻഡുലം തിരിയുന്നത്. സോ ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ. ഈ ലൈൻ ഓഫ് ആക്ഷനിലാണ് ആര് ആക്ട് ചെയ്യണത്? നമ്മുടെ എം ജി കോസ് തീറ്റയും ടെൻഷനും ഒക്കെ ആക്ട് ചെയ്യണത്. സോ എം ജി കോസ് തീറ്റയ്ക്കും ടെൻഷനും ഇവിടെ യാതൊരു ടോർക്കും കൊടുക്കാൻ കഴിയത്തില്ല. കാരണം എന്താണ്? ലൈൻ ഓഫ് ആക്ഷനിലെ പോയിന്റ് ആണ്, ഫോഴ്സുകളാണ് ആര്? എം ജി കോസ് തീറ്റയും ടെൻഷനും. സോ ഇവയുടെ ടോർക്കിന്റെ വാല്യൂ എത്രയായി പോകും? 0 ആയി പോകും. അങ്ങനെയെങ്കിൽ ഇവിടെ ആർക്കാണ് ടോർക്ക് കൊടുക്കാൻ കഴിയുന്നത്? ടോർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ആര്? എം ജി സൈൻ തീറ്റ. സോ നമുക്ക് മനസ്സിലായി ടോർക്ക്, റീസ്റ്റോറിംഗ് ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു, ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം ടോർക്കിന് 2 ഇക്വേഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? ടോർക്കിന്റെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഐ ആൽഫ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ടോർക്കിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയതുകൊണ്ടാണ് പറയുന്നത്, മൈനസ് ആർ എഫ് സൈൻ തീറ്റ. സോ ടോർക്കിനാണെങ്കിൽ ആക്ച്വലി 2 ഇക്വേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഐ ആൽഫ എന്ന ഇക്വേഷൻ ഉണ്ട്, അതുപോലെയാണെങ്കിൽ മൈനസ് ആർ എഫ് സൈൻ തീറ്റ എന്ന ഇക്വേഷൻ ഉണ്ട്. ഈ മൈനസ് എങ്ങനെ വന്നത്? ഇവിടെയാണെങ്കിൽ ബാക്കിലേക്കാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ മൈനസ് ആർ എഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞത്. ശരി, നമുക്കാണെങ്കിൽ ഈ 2 ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഐ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെയാണെങ്കിൽ നമുക്ക് ആർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറങ്ങുന്ന സർക്കിളിന്റെ റേഡിയസ് ആണ്. ഇവിടെ റേഡിയസ് ആർക്ക് ഈക്വൽ ആണ്? ലെങ്ത് ഈക്വൽ ആണ്. സോ ആറിന് പകരം ഞാൻ ഈ മൈനസ് സൈൻ അതുപോലെ ഇട്ടു, ആറിന് പകരം പറഞ്ഞു എൽ എന്ന് പറഞ്ഞു. എഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? എം ജി സൈൻ തീറ്റയാണ്. സോ എം ജി സൈൻ തീറ്റ ഞാൻ അതുപോലെ എഴുതി, എഫിന് പകരം പറഞ്ഞു എം ജി സൈൻ തീറ്റ. ഇനി എന്തുണ്ട്? തീറ്റ, ഈ സൈൻ തീറ്റ. ഈ സൈൻ തീറ്റ എന്താ മക്കളെ? ഈ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോഴ്സും ഈ എല്ലും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ്. അത് എത്രയാണ്? അത് 90 ഡിഗ്രി ആണ്. സോ ഞാൻ പറഞ്ഞു അത് എത്രയാണ്? അത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് 1 ആയിട്ട് അങ്ങ് പോയി. സോ നമുക്ക് എന്ത് കിട്ടി? എം ജി എൽ സൈൻ തീറ്റ മൈനസ് എം ജി എൽ സൈൻ തീറ്റ. സോ ഞാൻ അതുപോലെ എഴുതി. ഇവിടെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ ആക്സിലറേഷൻ ആണ്. എനിക്ക് വേണമെങ്കിൽ ആംഗുലാർ ആക്സിലറേഷനെ ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് വിളിക്കാം. നമ്മൾ പഠിച്ചതാണ് അല്ലേ? നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ ഈ കാര്യം പഠിച്ചതാണ്. ആൽഫ എങ്ങനെ വിളിക്കാം? ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ. അതുപോലെ ആക്സിലറേഷൻ എങ്ങനെ വിളിക്കാമായിരുന്നു? ഡി സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ എന്ന് വിളിക്കാമായിരുന്നു. നമ്മൾ പഠിച്ചതാണ് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എം ജി എൽ. ഈ മൈനസ് സൈൻ ഞാൻ അതുപോലെ എഴുതി, എം ജി എൽ. ഇനി ആരാണ്? സൈൻ തീറ്റയാണ് കിടക്കുന്നത്. നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ ഒരു സിമ്പിൾ പെൻഡുലം. എന്താണ്? സിമ്പിൾ പെൻഡുലമാണ്. സിമ്പിൾ പെൻഡുലം സിമ്പിൾ ഹാർമോണിക് മോഷൻ കാണിക്കണമെങ്കിൽ ഞാൻ എന്താ പറഞ്ഞേ? സിമ്പിൾ പെൻഡുലം. ഇത് സിമ്പിൾ പെൻഡുലമാണ്. ഈ സിമ്പിൾ പെൻഡുലം സിമ്പിൾ ഹാർമോണിക് മോഷൻ കാണിക്കണമെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം. സോ ചെറിയ ഓസിലേഷനിൽ മാത്രമേ ഒരു സിമ്പിൾ പെൻഡുലം സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ആരുടെ വാല്യൂ ചെറുതായിരിക്കണം? തീറ്റയുടെ വാല്യൂ വളരെ ചെറുതായിരിക്കണം. അങ്ങനെ ചെറുതാണെങ്കിൽ നമുക്ക് സൈൻ തീറ്റയ്ക്ക് പകരം പറയാം തീറ്റ എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? സോ സൈൻ തീറ്റയ്ക്ക് പകരം ഞാൻ എന്ത് പറഞ്ഞു? തീറ്റ എന്ന് പറഞ്ഞു. സോ സൈൻ തീറ്റയ്ക്ക് പകരം ഞാൻ തീറ്റ എന്ന് പറഞ്ഞു. ഇത്രയും കാര്യം മനസ്സിലായ മക്കളെ? സോ സിമ്പിൾ, കുഞ്ഞു കാര്യം. ഇനിയാണെങ്കിൽ ഞാൻ എല്ലാ ഭാഗത്തും ഇക്വേഷന്റെ എല്ലാ ഭാഗത്തും ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്? ഈ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. സോ എനിക്ക് കിട്ടും ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ. ഞാൻ അതുപോലെ എഴുതി. ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇവിടെ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഐ അങ്ങ് പോയി കിട്ടും. പിന്നെ ആരുണ്ട്? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി എൽ തീറ്റ ഡിവൈഡ് ബൈ ഐ എന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ ടേംസിന് എന്ത് ചെയ്യാം? ഇവിടെ കൊണ്ടുവരാം. സോ ഞാൻ എഴുതാൻ പോവുകയാണ് ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ്, ഇവിടെ വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും, എം ജി എൽ ഡിവൈഡ് ബൈ ഐ ഇൻറ്റു തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 0. മക്കളെ, ഇത് ആക്ച്വലി നമ്മുടെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് സമാനമായ ഇക്വേഷൻ ആണ്. ഇവിടെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെയും ഡിസ്പ്ലേസ്മെന്റ് ആണ്, പക്ഷേ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഒമേഗ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എന്താ കിടക്കുന്നത്? ആ ഒമേഗ സ്ക്വയറിന് പകരം കിടക്കുന്നത് എം ജി എൽ ഡിവൈഡ് ബൈ ഐ ആണ്.
സോ ഇവിടെ ഒമേഗ സ്ക്വയറിന് പകരം പറയാം എന്ത് mgl ഡിവൈഡ് ബൈ ഐ എന്ന് പറയാം. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പറഞ്ഞേ ഒമേഗ എത്രയും മക്കളെ? നിങ്ങൾ പറയും സർ √(mgl/i) ആണ്. പറയത്തില്ലേ നിങ്ങൾ? പറയും. അങ്ങനെയെങ്കിൽ പറഞ്ഞേ നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 2π ഡിവൈഡ് ബൈ ഒമേഗയാണ്. സോ ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇനി ബൈ ഒമേഗയാണ്, ശരിയല്ലേ? അതുകൊണ്ട് ഒമേഗയുടെ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുക്കണം. √(i ഡിവൈഡ് ബൈ mgl) എന്ന് പറയും. സോ ടൈം പീരീഡിന്റെ ജനറൽ ഇക്വേഷൻ കിട്ടി 2π √(i ഡിവൈഡ് ബൈ mgl. മക്കളെ ഇതാണെങ്കിൽ ഏത് പെൻഡുലത്തിനും ഏത് തരം സിമ്പിൾ പെൻഡുലത്തിനും യൂസ് ചെയ്യാൻ കഴിയാവുന്ന ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആണ്. അതുപോലെ ഒമേഗയുടെ ഇക്വേഷൻ ആണ്. ഇത് നിങ്ങൾക്ക് ഏത് തരം സിമ്പിൾ പെൻഡുലത്തിലും യൂസ് ചെയ്യാൻ കഴിയും. സിമ്പിൾ പെൻഡുലം ആക്ച്വലി രണ്ട് രീതിയിലുണ്ട്. ഇവിടെ പോയിന്റ് മാസ് അടങ്ങുന്ന ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട്, പോയിന്റ് മാസും സ്ട്രിങ്ങും അടങ്ങുന്ന സിമ്പിൾ പെൻഡുലം ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫിസിക്കൽ പെൻഡുലം ഉണ്ട്. ഫിസിക്കൽ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു റോഡുണ്ട്, ഇതൊരു റോഡാണ്, മാസ് ഉള്ള റോഡ്. ആ റോഡ് എന്ത് ചെയ്യും? ഇങ്ങനെ കിടന്ന് ഓസിലേറ്റ് ചെയ്യും. അതൊരു സിമ്പിൾ പെൻഡുലം പോലെ ആക്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഡിസ്ക് ഉണ്ട്, ഏതെങ്കിലും ഒരു ഡിസ്ക് ഉണ്ട്, ആ ഡിസ്ക് എന്ത് ചെയ്യും? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. കണ്ടോ? അവിടെ സ്ട്രിങ് ഒന്നുമില്ല, ഒരു ഡിസ്ക് മാത്രം. എൻ്റെ കയ്യിൽ വലിയ ഡിസ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ കിടന്ന് ഓസിലേറ്റ് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഓസിലേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? നമുക്ക് ചുറ്റും കാണാൻ കഴിയും. ഇതെല്ലാം സിമ്പിൾ പെൻഡുലം പോലെ ആക്ട് ചെയ്യുന്ന ഓസിലേഷൻസ് ആണ്. അങ്ങനെയെങ്കിൽ അവിടെയൊക്കെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എവിടെയും ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ജനറൽ ഇക്വേഷൻ ആണ് എന്ത്? ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു √(mgl ഡിവൈഡ് ബൈ ഐയും അതുപോലെ ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു √(i ഡിവൈഡ് ബൈ mgl. മക്കളെ ഈ രണ്ട് ഇക്വേഷനിലും ആരുണ്ട്? നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്. സാഹചര്യം മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ ഇട്ട് കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കാം. ഇത് രണ്ടും ജനറൽ ഇക്വേഷൻസ് ആണ്. പഠിച്ചു വെക്കേണ്ട നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് എന്ത്? ഈ രണ്ട് ഇക്വേഷൻസ്. ഓക്കെ ആണോ? കാര്യം മനസ്സിലായോ? ശരി, നമുക്ക് അടുത്ത പേജിൽ ബാക്കി കാര്യം പറയാം. ഇവിടെ സ്ഥലം കിടപ്പുണ്ടല്ലോ, നമുക്ക് ഇവിടെ തന്നെ പറയാം. നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ട് പെൻഡുലത്തിന്റെ കാര്യം പറഞ്ഞു. ഏതൊക്കെയാണ്? സിമ്പിൾ പെൻഡുലം, മറ്റൊന്നാണ് ഫിസിക്കൽ പെൻഡുലം. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ദാണ്ടെ ഇവിടെയാണെങ്കിൽ ഒരു ലൈറ്റ് സ്ട്രിങ് ഉണ്ട്. ഈ സ്ട്രിങ്ങുമായിട്ട് ഒരു മാസീവ് ബോഡിയെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ പെൻഡുലം. നോക്ക്, ഇതാണ് സിമ്പിൾ പെൻഡുലം. ഇനി ഫിസിക്കൽ പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിങ് കാണുകയില്ല, പകരമാണെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്ക് ആണെങ്കിൽ ഞാനിവിടെ ആണി അടിച്ച് വെച്ചേക്കുകയാണ്. ആ ഡിസ്ക് കിടന്ന് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പെൻഡുലമാണ്? ഫിസിക്കൽ പെൻഡുലമാണ്. അല്ലെങ്കിൽ ഇതൊരു സ്കെയിലാണ്. ഇവിടെ വീണ്ടും ഞാനൊരു ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്കെയിലാണെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓസിലേറ്റ് ചെയ്യുകയാണ്. എന്ത് പെൻഡുലം മക്കളെ? ഇത് ഫിസിക്കൽ പെൻഡുലമാണ്. സോ സിമ്പിൾ പെൻഡുലവും ഉണ്ട്, ഫിസിക്കൽ പെൻഡുലവും ഉണ്ട്. ഫിസിക്കൽ പെൻഡുലം ആണെങ്കിലും സിമ്പിൾ പെൻഡുലം ആണെങ്കിലും ഈ ഇക്വേഷൻ എന്താണ് മക്കളെ? വാലിഡ് ആണ്. ഇനി സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഐന്റെ വാല്യൂ കിട്ടും I വിച്ച് ഈസ് ഈക്വൽ ടു I ഫോർ സിമ്പിൾ പെൻഡുലം. ഇങ്ങോട്ട് മാറ്റി എഴുതാൻ പോവാണ്. I മൊമെന്റ് ഓഫ് ഇനർഷ്യ ഫോർ സിമ്പിൾ പെൻഡുലം. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം mr² ആണ് അല്ലേ? ഇതൊരു പോയിന്റ് മാസ് ആണ്. പോയിന്റ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr² ആണ്. സോ ലെങ്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോബിന്റെ സൈസ് നെഗ്ലിജിബിളി സ്മോൾ ആണ്. സോ നമ്മൾ പറയും എന്താണ്? പോയിന്റ് മാസ് ആണ്. ഇനി ഈ പോയിന്റ് മാസ് എന്ത് ചെയ്യും? താണ്ട് ഇത്രയും ദൂരെയുള്ള ഒരു ആക്സിസുമായിട്ട് കിടന്ന് കറങ്ങാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിച്ച് ഈസ് ഈക്വൽ ടു മാസ് m അതുപോലെ എഴുതി. അതുപോലെ ലെങ്ത് എത്ര മക്കളെ? L² ആണ്. റേഡിയസ് എത്രയാണ്? L ആണ്. സോ L². സോ mL² ആണ് ആരുടെ വാല്യൂ? മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ. സോ നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. ആരുടെ കേസിലാണെങ്കിൽ? സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2π ഞാൻ അതുപോലെ എഴുതി. ഇനിയാണെങ്കിൽ റൂട്ട് അതുപോലെ എഴുതി mL². ശരിയാണോ? mL² ആണ് I എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ mgl. മക്കളെ എല്ലും ഇവിടുത്തെ ഒരു എല്ലും ക്യാൻസൽ ആകും. ഈ എമ്മും ക്യാൻസൽ ആകും. സോ നമുക്ക് കിട്ടും ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഫോർ സിമ്പിൾ പെൻഡുലം ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു
2π√L/g. ഇത് ആരെ കേസിൽ ഇക്വേഷൻ ആണ്? ഇത് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഇക്വേഷൻ ആണ്. ഇതാണെങ്കിലോ ജനറലി ഏത് പെൻഡുലം ആണെങ്കിലും അതിന്റെ ടൈം പീരീഡ് ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ കഴിയും. സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിലാണെങ്കിൽ ഐക്ക് പകരം എന്ത് പറയണം മക്കളെ? ml² എന്ന് പറയണം. അങ്ങനെ ആകുമ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? സോ ഫിസിക്കൽ പെൻഡുലത്തിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണമെന്ന് നമുക്ക് കാര്യം മനസ്സിലായി. ശരി, അങ്ങനെയെങ്കിൽ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. നോക്കൂ മക്കളെ, ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. നമുക്ക് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഇക്വേഷൻ T which is equal to 2π√L/g ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. നോക്കൂ മക്കളെ, ഇനിയാണെങ്കിൽ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എങ്ങും മാസ് കാണുന്നില്ല. അതായത് ടൈം പീരീഡ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുകയില്ല. പക്ഷെ ഇത് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഇതാണെങ്കിൽ സൈസിനെയും, ബോഡിയുടെ സൈസിനെയും ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് സൈസിനെയും ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യാൻ കാരണം? നോക്കാം, ഈ ഇക്വേഷനിൽ സൈസും ഷേപ്പും ഒക്കെ എങ്ങനെ വരുന്നേ നമുക്ക് കാണിച്ചു തരാം. നോക്കിയിരിക്കണേ, ഇതാണെങ്കിൽ നമ്മുടെ സിമ്പിൾ പെൻഡുലമാണ്. എൻ്റെ കയ്യിൽ m മാസുള്ള ഒരു ബോബ് ഉണ്ട്. m മാസുള്ള ഒരു മറ്റൊരു ബോബ് എടുക്കാൻ പോവുകയാണ്. സെയിം ലെങ്ത് ആണ്. ഈ ലെങ്തും സെയിം ആണ്. ഇവിടെയാണെങ്കിൽ ഞാൻ സെയിം മാസ് ആണ്, പക്ഷേ ആണെങ്കിൽ ഷേപ്പ് വേറെയാണ്. അതിൻ്റെ മാസ് സെയിം ആണ്. സോ ഈ രണ്ട് ബോബിൻ്റെയും മാസ് സെയിം ആണ്. ഇതൊരു വലിയ ഒരു വോളിയം എടുത്തു, ഇതിൻ്റെ ഷേപ്പ് വേറെയാണ്. ഇത് ചെറിയൊരു വോളിയമാണ്, ഒരു ഹെവി മാസ് ഒന്നും അല്ല. രണ്ടും ഒരേ കണക്കുള്ള മാസാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഹെവി മാസ് നമുക്ക് തോന്നും, പക്ഷെ രണ്ടും ഒരേ മാസാണ്. ഇതിന് വലിപ്പം കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഒന്ന് കല്ലും മറ്റൊന്ന് സ്പോഞ്ചും ആണ് കരുതിക്കോ. ഇതും എന്താണ്? ഒന്നിന് വലിപ്പം കൂടുതലായിരിക്കും, ഒന്നിന് വലിപ്പം കുറവായിരിക്കും. രണ്ടും സെയിം മാസാണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നോക്കി, ഇവിടെയാണെങ്കിൽ സിമ്പിൾ പെൻഡുലം ആരും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ഈ മാസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഈ സൈസിനെയും ഷേപ്പിനെയും ഡിപ്പെൻഡ് ചെയ്യും. കാരണം സെന്റർ ഓഫ് മാസ് വ്യത്യസ്തമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ സെന്റർ ഓഫ് മാസ് ഇതാണെങ്കിൽ നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം മക്കളെ? ലെങ്ത് മെഷർ ചെയ്യുന്നത് തന്റെ ഈ ഒരു പോയിന്റിൽ നിന്നും, അതായത് പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും സെന്റർ ഓഫ് മാസിലുള്ള അകലത്തിനെ വിളിക്കുന്ന പേരാണ് ലെങ്ത് ഓഫ് പെൻഡുലം. സോ ലെങ്ത് ഓഫ് പെൻഡുലം ഇതല്ല, പകരം ലെങ്ത് ഓഫ് പെൻഡുലം എന്താ മക്കളെ? ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും എവിടം വരെയാണ്? സെന്റർ ഓഫ് മാസ് വരെയുള്ള അകലത്തിനെ വിളിക്കുന്ന പേരാണ് ലെങ്ത് ഓഫ് പെൻഡുലം. സോ സൈസും ഷേപ്പും ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആര് മാറും? സെന്റർ ഓഫ് മാസിന്റെ ലൊക്കേഷൻ മാറും. അതിന്റെ ഫലമായിട്ട് ഉറപ്പായിട്ടും ആർക്ക് ചേഞ്ച് ഉണ്ടാവും? ലെങ്തിന് ചേഞ്ച് ഉണ്ടാവും. ലെങ്തിന് ചേഞ്ച് ആരെ എഫക്ട് ചെയ്യും? ടൈം പീരീഡിനെ എഫക്ട് ചെയ്യും. അതാണ് പറഞ്ഞത്, ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി ബോഡി. ഈ കാര്യം മനസ്സിലായോ? ശരി, ടൈം പീരീഡ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഭൂമിയുടെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ആരുടെ വാല്യൂ വ്യത്യസ്തമാണ്? ടൈം പീരീഡിന്റെ വാല്യൂ വ്യത്യസ്തമാണ്. കാരണം എന്താണ്? അവിടെയെല്ലാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വ്യത്യസ്തമാണ്. ഈ കാര്യം മനസ്സിലായ മക്കളെ? അതുപോലെയാണെങ്കിൽ സാറ്റലൈറ്റിൽ ജിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. വെയിറ്റ്ലെസ്നെസ് അനുഭവപ്പെടും. അവിടെയാണെങ്കിൽ ടൈം പീരീഡ് എന്നിട്ട് മാറും. ടൈം പീരീഡ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. നമ്മൾ പഠിച്ചതാണെങ്കിൽ ഗ്രാവിറ്റേഷൻ ഈ സെയിം കാര്യം പഠിച്ചതാണ്. നമ്മൾ സിമ്പിൾ പെൻഡുലം ആണെങ്കിൽ പല ഭാഗങ്ങളിൽ പഠിച്ചു. ഗ്രാവിറ്റേഷനിൽ പഠിച്ചായിരുന്നു. അതുപോലെയാണെങ്കിൽ നമ്മൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ പഠിച്ചായിരുന്നു. ശരിയല്ലേ? അവിടെയാണെങ്കിൽ ഇലോങ്ങേഷനെ പറ്റി പഠിച്ചായിരുന്നു. സോ നമ്മൾ പല സ്ഥലങ്ങളിലും ആരെ പറ്റി പഠിച്ചിട്ടുണ്ട്? സിമ്പിൾ പെൻഡുലത്തിന്റെ ഈ ഇക്വേഷൻ കേട്ടതാണ്. ഇനിയാണെങ്കിൽ നമുക്ക് ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഓഫ് പെൻഡുലം. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ടൈം പീരീഡ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ലെങ്ത് ഓഫ് പെൻഡുലത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഇത്തരം കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയണ്ട. നമുക്ക് വലിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ നമ്മൾ സമയം കളയാതെ ആ ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നോക്കൂ മക്കളെ, വേരിയേഷൻ ഓഫ് ലെങ്ത് ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഫക്ട്സ് ടൈം പീരീഡ്. നമുക്കറിയാവുന്ന കാര്യമാണ്. കാര്യം എന്താണ്? ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π√L/g ആണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ. സോ ലെങ്തും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ആരെ അഫക്ട് ചെയ്യും? ടൈം പീരീഡിനെ അഫക്ട് ചെയ്യും. ഇനിയാണെങ്കിൽ പെർസെൻറ്റേജ് വേരിയേഷൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 5%നേക്കാളും ചെറിയ വേരിയേഷൻ ആണെങ്കിലും 5%നേക്കാളും വലിയ വേരിയേഷൻ ആണെങ്കിലും എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അത്തരം ക്വസ്റ്റൻസ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ചാപ്റ്ററിലും കയറി വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ പോവുകയാണ്, ഓടിച്ച് പറഞ്ഞുതരാൻ പോവുകയാണ്. വിശദമായിട്ട് പറയുന്നില്ല, കാര്യം വിശദമായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. സോ ആ ടോപ്പിക്കാണ് ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞുതരാൻ പോവുകയാണ്, കേട്ടിരിക്കുക. നമുക്കറിയാം ഇവിടെയാണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു √L. അതുപോലെ ടൈം പീരീഡ് എന്ന് പറയുന്നത് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ എഴുതാം
ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് 1/g. അതായത് റൂട്ട് 1/g. ശരിയാണോ? ഇനി നോക്കേ, ഇവിടെയാണെങ്കിൽ എനിക്ക് ഈ റൂട്ടിന് പകരം 1/2 എന്ന് പറയാം, ദ ഹോൾ റേസ് ടു 1/2 എന്ന് പറയാം. സോ ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ടു എൽ റേസ് ടു 1/2 ഇൻറ്റു ജി റേസ് ടു -1/2 എന്ന് പറയേണ്ടി വരും. ഇനി ഞാൻ ഇതിനെ പെർസെൻറ്റേജ് ഫോമാറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഡെൽറ്റ ടി ഡിവൈഡ് ബൈ ടി ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡെൽറ്റ എൽ by L into 100 -2 അല്ല -half delta G by G into 100. പറഞ്ഞോട്ടെ മക്കളെ, ഇങ്ങനെ പറയാം. ശരിയാണോ? സോ ഇവിടെയാണെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടത് മാറിപ്പോയി, ഇങ്ങനെ പറയാം. ശരിയാണോ മക്കളെ? സോ ഇതിന്റെ മീനിങ് എന്താണ്? 5%-നേക്കാളും ചെറിയ ഒരു ഇൻക്രിമെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു താഴ്ചയോ അല്ലെങ്കിൽ ചെറിയൊരു കയറ്റമോ ഉണ്ടായിരിക്കുന്നത്. എന്തില്? നമ്മൾ ലെങ്തിലോ അല്ലെങ്കിൽ ആക്സലറേഷൻ ടു ഗ്രാവിറ്റിയിലോ 5%-നേക്കാളും ചെറിയ വാല്യൂലാണ് മാറ്റം ഉണ്ടായിരിക്കുന്നതെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് ചേഞ്ച് ഇൻ ടൈം പീരീഡും അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ചും ഒക്കെ കണ്ടുപിടിക്കാം. അല്ല, 5%-നേക്കാളും വലിയ ചേഞ്ചാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷൻ വൈസ് പോകണം. എങ്ങനെയാണ്? ഫൈനൽ വാല്യൂ മൈനസ് ഇനിഷ്യൽ വാല്യൂ ഡിവൈഡ് ബൈ ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു 100. മനസ്സിലാവുന്നുണ്ടോ? ഇത് പെർസെൻറ്റേജ് ചേഞ്ചിന്റെ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ വഴി പോവുക, ആൻസറിലേക്ക് എത്തിച്ചേരുക. സോ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ്? ഒന്നെന്ന് പറയുന്നത് 5%-നേക്കാളും ചെറുതാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ ഓപ്ഷൻ ഉണ്ട്. 5%-നേക്കാളും വലുതാണെങ്കിൽ ഈ ഇക്വേഷനും ഉപയോഗിക്കണം. ഓക്കെ ആണോ മക്കളെ? കാര്യം മനസ്സിലായോ? ശരി, നോക്ക് അടുത്തത്. ഇൻ സമ്മർ സീസൺ, സമ്മർ സമയത്താണെങ്കിൽ ഉറപ്പായിട്ടും ചൂട് കൂടുതലായിരിക്കും. സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, പെൻഡുലത്തിന്റെ ലെങ്ത് കൂടും. ശരിയല്ല? ഇത് മെറ്റലാണ്, ഉറപ്പായിട്ടും ലെങ്തിന്റെ വാല്യൂ കൂടും. സോ അങ്ങനെ ലെങ്തിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2π√L/g ആണ്. സോ ലെങ്തിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ആരും കൂടും? ടൈം പീരീഡും കൂടും. കാര്യം ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √L ആണ്. അപ്പോൾ ലെങ്ത് കൂടുന്നതനുസരിച്ച് ആര് കൂടും? ടൈം പീരീഡും കൂടും. അങ്ങനെ ടൈം പീരീഡ് കൂടിയാലോ പതുക്കെ ആടുകയുള്ളൂ. ശരിയല്ലേ? കുറേ സമയം എടുക്കും ആടി തിരിച്ചു വരാനായിട്ട്. ടൈം പീരീഡിന്റെ വാല്യൂ കൂടുതലാണ്, ഒരു ഓസിലേഷൻ ആവശ്യമായ സമയം കൂടുതലാണ്. അങ്ങനെ എന്ത് ചെയ്യും? ആ ക്ലോക്ക് സ്ലോ ആയി ഓടാൻ തുടങ്ങും. മനസ്സിലായോ? സമയം പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും, പക്ഷെ അതിന്റെ ക്ലോക്ക് എന്ത് ചെയ്യും? സ്ലോ ആയി ഓടാൻ തുടങ്ങും. നോക്ക്, ഇറ്റ് ലൂസസ് ടൈം. അതായത് ഒരുപക്ഷെ ക്ലോക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 12 മണിയാണെങ്കിലും 11 മണിയെ കാണിക്കത്തുള്ളൂ. കാരണം എന്താണ്? ക്ലോക്ക് സ്ലോ ആയിട്ടാണ് ഓടുന്നത്. അത് സമയം ലൂസ് ചെയ്യും. കാര്യം മനസ്സിലായോ? ഇനി വിന്റർ സമയത്താണെങ്കിലോ ലെങ്ത് ഡിക്രീസ് ചെയ്യും. കണ്ടോ? ഷ്രിങ്ക് ചെയ്യും. ലെങ്ത് എന്ത് ചെയ്യും മക്കളെ? ഡിക്രീസ് ചെയ്യും. സോ ലെങ്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ടൈം പീരീഡ് ഡിക്രീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പെൻഡുലം ആണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഫാസ്റ്റ് ആയിട്ട് ഓസിലേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണെങ്കിൽ അത് കൂടുതൽ ടൈം ഗെയിൻ ചെയ്യാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ 12 മണിയാണെങ്കിൽ 1 മണി കാണിക്കും. മനസ്സിലായോ? ഞാൻ അത്രയും വലിയ വ്യത്യാസം ഉണ്ടാകുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ടൈം എന്ത് ചെയ്യും? ഗെയിൻ ചെയ്യും. ഈ കാര്യം മനസ്സിലായോ? സോ സമ്മർ സീസണിലും വിന്റർ സീസണിലും ടൈം നമ്മളുടെ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഉറപ്പായിട്ടും ലെങ്തിന് വേരിയേഷൻ ഉണ്ടാവും. ലെങ്തിന്റെ വേരിയേഷൻ ടൈം പീരീഡിനെ എഫക്ട് ചെയ്യും. അങ്ങനെ സമയത്തിന് വ്യതിയാനം സംഭവിക്കും. സോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനത് ചർച്ച ചെയ്ത് ചുമ്മാ സമയം കളയുന്നില്ല. നമുക്ക് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം, ക്വസ്റ്റ്യൻ ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. മക്കളെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായി ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയ കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ലെങ്ത് ഓഫ് സിമ്പിൾ പെൻഡുലം ഈസ് ഇൻക്രീസ്ഡ് ബൈ 3% and gravity decreased by 5%, then what is the percentage change in time period? നമുക്കൊരു ടൈം പീരീഡ് ഇക്വേഷൻ എന്താ മക്കളെ? 2π√L/g ആണ്. അതായത് ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഇനിയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ റൂട്ടിന് പകരം പറയാം 1/2 ഇൻറ്റു ഡെൽറ്റ L/L ഇൻറ്റു 100 പ്ലസ് അടുത്തെന്താണ്? ഹാഫ് പ്ലസ് അല്ല മൈനസ് വരും അല്ലേ? മൈനസ് ഹാഫ് ഡെൽറ്റ G/G ഇൻറ്റു 100.
സോ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഞാൻ അതുപോലെ എഴുതി ഡെൽറ്റ എൽ ബൈ എൽ എത്രയാണ് മക്കളെ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 3% ആണ്. ഇൻക്രീസ് എന്ന് പറഞ്ഞു, സോ പ്ലസ് 3%. അതുപോലെ ഗ്രാവിറ്റി ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 ആണ്. എന്തിരിക്കുവാണ് ഡിക്രീസ് എന്നാണ്, അതായത് -5%. സോ ഡിക്രീസ് എന്ന് കേട്ടാൽ പറയണം മൈനസ് പറയണം, ഇൻക്രീസ് കേട്ടാൽ പറയണം പ്ലസ് പറയണം. അങ്ങനെയെങ്കിൽ പറഞ്ഞേ ഡെൽറ്റ എൽ ബൈ എൽ എത്ര മക്കളെ 3%. മൈനസ് ഹാഫ് ഞാൻ അതുപോലെ എഴുതി ഇൻറ്റു ഡെൽറ്റ ജി ബൈ ജി എത്ര മക്കളെ ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100 -5% ആണ്. Which is equal to 3/2% minus plus ആയി മാറും 5/2%, which is equal to 8/2%, which is equal to 4%. മനസ്സിലായ മക്കളെ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. കുഞ്ഞു കാര്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, നമ്മുടെ അടുത്തൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. സ്വന്തമായി ചെയ്യാൻ നോക്കുക, വീഡിയോ പോസ് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ടൈം പീരീഡ്? സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ ടൈം പീരീഡ് ആണ്. കണ്ടോ? ഓഫ് സിമ്പിൾ പെൻഡുലം if its length is increased by 300%. Length increased by 300%. Increased by അതായത് 300% കൂടെ കൂടിയെന്നാണ് പറഞ്ഞത്. ഓക്കെ, ആരാ കൂടിയത്? ലെങ്ത് ആണ് കൂടിയത്. നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറഞ്ഞത് ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? റൂട്ട് എല്ലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞ് പെർസെൻറ്റേജ് ചേഞ്ച് ആക്ച്വലി ഇത് പെർസെൻറ്റേജ് ചേഞ്ച് ആയിരിക്കുന്നത്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ചെയ്യുന്ന കേട്ടോ, ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ വിട്ടുപോയതാണ്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഓഫ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇഫ് ഇറ്റ്സ് ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 300%. മക്കളെ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇവിടെ ആരാ ചേഞ്ച് ചെയ്യുന്നത്? ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ഫൈനൽ ലെങ്ത് മൈനസ് റൂട്ട് ഓഫ് ഇനിഷ്യൽ ലെങ്ത് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഇനിഷ്യൽ ലെങ്ത് ഇൻറ്റു 100. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഫൈനൽ ലെങ്ത്. എത്രയാണ് ഫൈനൽ ലെങ്ത്? നമുക്കാണെങ്കിൽ ഇതിനെ ഏതെങ്കിലും ഒന്ന് അടുക്കി എഴുതാം. റൂട്ട് എൽ ഫൈനൽ ഡിവൈഡ് ബൈ റൂട്ട് എൽ ഇനിഷ്യൽ മൈനസ്, ഇത് ഒരുമിച്ച് എഴുതി, മൈനസ് ഇത് ഒരുമിച്ച് എഴുതാൻ പോവുകയാണ് 1. ശരിയാണോ? റൂട്ട് എൽ ഇനിഷ്യൽ ഡിവൈഡ് ബൈ റൂട്ട് എൽ ഇനിഷ്യൽ എത്രയാണ്? 1 ആണ് ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു, അത്രയും പെർസെൻറ്റേജിലോട്ടാണ് പറയുന്നത്, അതുകൊണ്ട് നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ എൽ ഫൈനൽ എത്രയാണ്? 300% കൂടെ കൂടി എന്നാണ് പറഞ്ഞത്. അതായത് റൂട്ട് ഓഫ് നേരത്തെ ആണെങ്കിൽ 100 ഉണ്ടായിരുന്നെങ്കിൽ, ഇനിഷ്യലി 100 ആയിരുന്നു എങ്കിൽ, ഇനിഷ്യലി ഞാൻ പറയുന്നത് 100 എൽ ആണ് എങ്കിൽ ഫൈനൽ എത്രയാണ്? 300% കൂടെ കൂടി എത്രയാണത്? 400% ആയിട്ട് മാറി. മനസ്സിലായോ? നേരത്തെ ആണെങ്കിൽ എത്ര ഉണ്ടായിരുന്നു? നേരത്തെ ആണെങ്കിൽ 100 ഉണ്ടായിരുന്നു കരുതുക, 300% കൂടെ കൂടി, അപ്പോൾ എത്രയായി ഇവിടെ? 400 എല്ലായിട്ട് മാറി, 100% ആയിട്ട് മാറി. -1 ഇൻറ്റു 100. സോ റൂട്ടിലും ക്യാൻസൽ ആയി പോയി. നമുക്ക് കിട്ടും, ഇത് ക്യാൻസൽ ആയി പോവും. നമുക്ക് കിട്ടും, എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 2 - 1 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 100% എന്ന് ആൻസർ കിട്ടും. മനസ്സിലായ മക്കളെ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ സ്വന്തമായി ചെയ്ത് നോക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ, നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് ആണ് പെൻഡുലം ഇൻ എ മൂവിംഗ് ലിഫ്റ്റ്. ആക്ച്വലി ഇത് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ആണ്, ലോസ് ഓഫ് മോഷനിലൊക്കെ പഠിച്ച കോൺസെപ്റ്റ് ആണ്. എന്നാലും ഞാൻ പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ മക്കളെ, ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, ഇതിനകത്തൊരു പെൻഡുലം ഉണ്ട്. ലിഫ്റ്റ് എന്തിലാണ്? റെസ്റ്റിലാണ്. സോ പറഞ്ഞ് ജി ഇഫക്റ്റീവിന്റെ വാല്യൂ പറഞ്ഞ് ജി ഇഫക്റ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു ജി തന്നെയാണ്. കാര്യം ആക്സലറേഷൻ ഒന്നും തന്നെ ലിഫ്റ്റിനില്ല. അടുത്തത് ലിഫ്റ്റ് ഈസ് മൂവിംഗ് അപ്പ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അതായത് ആക്സലറേഷന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. യൂണിഫോം വെലോസിറ്റി പോകുമ്പോൾ ആക്സലറേഷൻ 0 ആണ്. ഇവിടെയും ജി ഇഫക്റ്റീവിന്റെ വാല്യൂ എത്ര മക്കളെ? ജി തന്നെയാണ്. ഇനി ഈ കേസിലാണെങ്കിലോ ലിഫ്റ്റ് ഇപ്പോൾ മുകളിലോട്ട് പോവുകയാണ്. മുകളിലോട്ട് പോകുമ്പോൾ ജി ഇഫക്റ്റീവിന്റെ വാല്യൂ കൂടും. ജി ഇഫക്റ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു ജി പ്ലസ് എ ആയിട്ട് മാറും. ശരിയാണോ? മുകളിലേക്ക് ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അപ്പാരന്റ് വെയിറ്റ് കൂടും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി താഴേക്ക് വരുമ്പോഴോ അപ്പാരന്റ് വെയിറ്റ് കുറയും. സോ അപ്പാരന്റ് വെയിറ്റ് അല്ലെങ്കിൽ ജി ഇഫക്റ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? ജി മൈനസ് എ ആയിട്ട് വരും. ശരിയാണോ? ജി മൈനസ് എ ആണ്. അടുത്ത ഫ്രീ ഫോളിനാണെങ്കിൽ ആക്സലറേഷൻ്റെ വാല്യൂ എത്രയായിരിക്കും? ജി ആയിരിക്കും. സോ ജി ഇഫക്റ്റീവ് എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതാണ് വെയ്റ്റ്ലെസ്നെസ് എന്ന അവസ്ഥ.
സോ ഈ ഓരോ കേസിലുമാണെങ്കിൽ എങ്ങനെ ടൈം പീരീഡ് കണ്ടുപിടിക്കണേ? ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2π√L/Gക്ക് പകരം പറയണം G ഇഫക്റ്റീവ്. കാര്യം ടൈം പീരീഡ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആക്സിലറേഷൻ ഓഫ് ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓരോ കേസിലും സ്യൂഡോ ഫോഴ്സ് ആക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് ജിന്റെ വാല്യൂവിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. സോ ജിന്റെ വാല്യൂ ഇവിടെ എത്രയാണ്? ജി തന്നെയാണ്. സോ ഇവിടുത്തെ ടൈം പീരീഡ് T വിച്ച് ഈസ് ഈക്വൽ 2π√L/G തന്നെയാണ്. ഇവിടെയും ജി തന്നെയാണ് ജി ഇഫക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഇവിടെയും ടൈം പീരീഡ് T വിച്ച് ഈസ് ഈക്വൽ ടു 2π√L/G തന്നെയാണ്. ഇനി ഇവിടെ നോക്കും മക്കളെ, ഇവിടെ G പ്ലസ് എ ആണ് ഇഫക്റ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കൂടുന്നുണ്ട്. അതായത് ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2π√L/G ഇഫക്റ്റീവ് എന്ന് പറയണം. ജി ഇഫക്റ്റീവ് എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ 2π√L/G പ്ലസ് എ എന്ന് പറയേണ്ടി വരും. ഇവിടെയാണെങ്കിലോ T വിച്ച് ഈസ് ഈക്വൽ 2π√L/G മൈനസ് എന്ന് പറയേണ്ടി വരും. ഇവിടെയാണെങ്കിൽ ടീൻ്റെ വാല്യൂ എന്നിട്ട് മാറും? ടീൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിട്ട് മാറും. അതായത് നോ ഓസിലേഷൻ. ഓസിലേഷൻ ഒന്നും തന്നെ ഇവിടെ കാണത്തില്ല. കാരണം എന്താണ്? ആക്സിലറേഷൻ്റെ വാല്യൂ ജി തന്നെയാണ്. താഴേക്കുള്ള ആക്സിലറേഷൻ്റെ വാല്യൂ ജി തന്നെയാണ്. അതായത് ജി ഇഫക്റ്റീവിൻ്റെ വാല്യൂ ഇവിടെ 0 ആയി പോകും. മക്കളെ എനിക്കറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റാണ്. നമ്മൾ ലോസ് ഓഫ് മോഷനിൽ ചർച്ച ചെയ്തതാണ്. നിങ്ങളെ +1 നല്ല തറവായിട്ട് പഠിച്ച ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഇത്. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇതിനെപ്പറ്റി ധാരാളം വിശദമായിട്ട് പറഞ്ഞ സമയം കളയുന്നില്ല. നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം. നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഏത് ക്വസ്റ്റ്യനും ആണെങ്കിൽ നമുക്ക് മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ക്വസ്റ്റൻസ് ആണ്. സോ നിങ്ങൾ പഠിച്ച ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനും വർക്ക് എനർജി പവറും സിസ്റ്റം ഓഫ് പാർട്ടിക്സ് റൊട്ടേഷൻ മോഷനും അതുപോലെയാണെങ്കിൽ ഗ്രാവിറ്റേഷനും ഒക്കെ ഇവിടെയാണെങ്കിൽ കയറി വരും. അതുപോലെയാണെങ്കിൽ ചിലപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സും സോളിഡ് മെക്കാനിക്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ നേരത്തെ പഠിച്ച നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ച A to Z കോൺസെപ്റ്റുകളും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് എന്താ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ. സോ പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യുവാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ നെക്സ്റ്റ് കോൺസെപ്റ്റ് നോക്കൂ മക്കളെ, നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് ആണ് എ ട്രക്ക് സ്റ്റാർട്ട് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. നോക്ക്, ഇതൊരു ട്രക്കാണ്. ഈ ട്രക്ക് ആണെങ്കിൽ സ്റ്റാർട്ട് മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ എ എന്നൊരു ആക്സിലറേഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിന്റെ അകത്ത് നിൽക്കുകയാണ്. കണ്ടോ, ആക്സിലറേഷൻ ഉള്ള ഒരു ബോഡിക്കുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉറപ്പായി നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും മക്കളെ? സ്യൂഡോ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. സോ ഇവിടെയാണെങ്കിൽ ഈ പെൻഡുലത്തിലേക്ക് ഇതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് ഗ്രാവിറ്റേഷനിൽ mg താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അഥവാ ആക്സിലറേഷൻ ആണെങ്കിൽ g താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ശരിയാണോ? mg അത് ഞാൻ g എന്ന് എഴുതി. കാര്യം എന്താണ്? അതിന്റെ ആക്സിലറേഷൻ താഴേക്കാണ്. ഇനിയാണെങ്കിൽ ഈ ആക്സിലറേഷൻ മാത്രമേ ഇവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ? അല്ല, ഈ ആക്സിലറേഷൻ മാത്രമല്ല, പകരം എന്തുണ്ട്? ട്രക്ക് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ സെയിം ആക്സിലറേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ പെൻഡുലത്തിലേക്ക് ആക്ട് ചെയ്യും. നിങ്ങൾ പഠിച്ചതാണല്ലേ, നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചതാണ്. അപ്പോൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ച ഓരോ കോൺസെപ്റ്റും ജിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കോൺസെപ്റ്റും ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞു മക്കളെ, ഇത് രണ്ടിന്റെ റിസൾട്ടന്റ് ആണ് ഇതെന്ന് പറയുന്നത്. ശരിയാണോ? വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പറഞ്ഞ G² പ്ലസ് A². ഇതാണ് ജി ഇഫക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ജി ഇഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് ജി ഇഫക്റ്റീവ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് G² പ്ലസ് A². അങ്ങനെയെങ്കിൽ ഈ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ ടി വിച്ച് ഈസ് ഈക്വൽ ടു 2π√L ആണ് ഇതിന്റെ ലെങ്ത് എങ്കിൽ L ഡിവൈഡ് ബൈ ജി ഇഫക്റ്റീവ്, അതായത് വീണ്ടും റൂട്ട് ഓഫ് G² പ്ലസ് A². മനസ്സിലായ മക്കളെ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ, കുഞ്ഞിക്കാര്യം. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് കോൺസെപ്റ്റ് നോക്കൂ മക്കളെ, നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് ആണ്. ഇത് ആക്ച്വലി ന്യൂ കോൺസെപ്റ്റ് ഒന്നുമല്ല, ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻസിനെ കോൺസെപ്റ്റിന്റെ രൂപേണ പറയുന്നതേ ഉള്ളൂ. ആക്ച്വലി ഇതെല്ലാം എന്താണ് മക്കളെ? ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളാണെങ്കിൽ എല്ലാ കോൺസെപ്റ്റും നിങ്ങളാണെങ്കിൽ മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിൽ പഠിച്ചതാണ്, മെക്കാനിക്സിന്റെ ചാപ്റ്റേഴ്സിൽ പഠിച്ചതാണ്. സോ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വീണ്ടും വീണ്ടും അപ്ലൈ ആവുന്നത്. നോക്ക്, ഇവിടെയാണെങ്കിൽ ഒരു കാറുണ്ട്. കാറിന്റെ അകത്താണെങ്കിൽ ഒരു പെൻഡുലം ഇരിപ്പുണ്ട്. ഈ കാർ എന്ത് ചെയ്യാണ്? R റേഡിയസ് ഉള്ള ഒരു കർവ് ആണെങ്കിൽ ടേൺ ചെയ്യുകയാണ് വിത്ത് എ വെലോസിറ്റി v എന്ന വെലോസിറ്റിയിൽ ഒരു കർവ് അല്ലെങ്കിൽ ഒരു വളവ് ഇങ്ങനെ വളഞ്ഞു വരികയാണ്. ഇതിനകത്തൊരു പെൻഡുലം ഉണ്ട്. ഉറപ്പായും നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായും നമുക്ക് എന്ത് തോന്നും? ഈ പെൻഡുലം കടന്ന് ഇങ്ങനെ ആട് നമുക്ക് തോന്നും. ശരിയാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. സോ വളവ് തിരിയുമ്പോൾ പെൻഡുലം എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഓസിലേറ്റ് ചെയ്യും. അങ്ങനെയെങ്കിൽ
ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഇവിടെയാണെങ്കിൽ ഒരു കാറിനകത്താണെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും പുറത്തേക്ക് ആക്ട് ചെയ്യുന്നത് എന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒരു സ്യൂഡോ ഫോഴ്സ് ആണെന്നും അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mv²/r ആണ് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇത്രയും ഭാഗം എന്താ മക്കളെ? അത് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ആണ്. സോ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ എന്ത് ചെയ്യും? v²/r ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നെങ്കിൽ ഉറപ്പായും സ്യൂഡോ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ശരിയാണോ? സ്യൂഡോ ഫോഴ്സ് പെൻഡുലത്തിലേക്ക് ആക്ട് ചെയ്യും. അതായത് ബോഡിയിലേക്കുള്ള ആക്സിലറേഷൻ ഈക്വലന്റ് ആയിട്ട് പെൻഡുലത്തിനും ഒരു ആക്സിലറേഷൻ ഉണ്ടാകും. ആ ആക്സിലറേഷൻ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ഫോഴ്സിന്റെ ആക്സിലറേഷൻ. എത്രയാണത്? v²/r. ഇനി ഉറപ്പായി mg ഇങ്ങോട്ട് ആക്ട് ചെയ്യും, താഴേക്ക് ആക്ട് ചെയ്യും. mg താഴേക്ക് ആക്ട് ചെയ്യും. അതായത് ഗ്രാവിറ്റേഷൻ, ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എങ്ങോട്ട് ആക്ട് ചെയ്യും മക്കളെ? അത് താഴേക്ക് ആക്ട് ചെയ്യും. സോ ജി താഴേക്കുണ്ട്, v²/r ഇങ്ങോട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇഫക്റ്റീവ് ജി എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഇഫക്റ്റീവ് ജി? അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ജി ഇഫക്റ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു √g² പ്ലസ് ഇതിന്റെ സ്ക്വയർ, അതായത് v²/r ദ ഹോൾ സ്ക്വയർ. ഈ കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പെൻഡുലത്തിലേക്ക് എത്ര ആക്സിലറേഷൻ ഉണ്ട്? താഴേക്ക് ഗ്രാവിറ്റി ഉണ്ട്, ഇങ്ങോട്ടേക്ക് സ്യൂഡോ ഫോഴ്സിന്റെ ആക്സിലറേഷൻ ഉണ്ട്. സോ നെറ്റ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആക്സിലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു √g² പ്ലസ് v⁴/r². ഈ ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ടി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 2π√L/g ഇഫക്റ്റീവ് ആണ്. സോ ഇവിടെയാണെങ്കിൽ L എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് പെൻഡുലം ആണ്. ടി വിച്ച് ഈസ് ഈക്വൽ ടു 2π√L ഞാൻ അതുപോലെ എഴുതി. ജി ഇഫക്റ്റീവിന് പകരം പറയണം ഈ വാല്യൂ √g² പ്ലസ് v⁴/r². ഇതൊക്കെ നിങ്ങൾക്ക് വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരുടെ വാല്യൂ കിട്ടും? ടൈം പീരീഡിന്റെ വാല്യൂ കിട്ടും. സോ ആക്ച്വലി ഇതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് നീറ്റ് എക്സാമിനേഷൻ, ജി എക്സാമിനേഷൻ ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസിനെ ഞാൻ കോൺസെപ്റ്റിന്റെ രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉറപ്പായി നിങ്ങൾ ഈ ഒരു രീതിയിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ശരി, നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, നോക്കൂ മക്കളെ, അടുത്തത് വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. A bob of a simple pendulum is made up of material of density sigma. So ഈ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സിഗ്മ ഡെൻസിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ വോളിയം V ആണെന്ന് കരുതുക. ഇതിന്റെ വോളിയം എത്രയാണ്? V ആണ്. സോ മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെൻസിറ്റി ആണ് സിഗ്മ. സോ മാസിന് പകരം പറയാം വോളിയം ഇൻറ്റു ഡെൻസിറ്റി സിഗ്മ. ഓക്കെ ആണോ? If it is oscillating completely submerged in a liquid of density rho. So ഈ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ് റോ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ബോയൻസി ഫോഴ്സ് ഉറപ്പായിട്ട് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ബോയൻസി ഫോഴ്സ് എന്ത് ചെയ്യും? മുകളിലേക്ക് ആക്ട് ചെയ്യും. വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും മക്കളെ? താഴേക്ക് ആക്ട് ചെയ്യും. ഈ കാര്യം മനസ്സിലായോ? സോ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴോട്ട് ആക്ട് ചെയ്യും. ഇത് താഴേക്ക് ആക്ട് ചെയ്യുന്നത് വെയിറ്റ് ആണ്, മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത് എന്താണ്? ബോയൻസി ഫോഴ്സ് ആണ്, FP. അങ്ങനെയെങ്കിൽ നമുക്കറിയാം എഫ് നെറ്റ്, ഇതിലേക്ക് എക്സ്പീരിയൻസ് ചെയ്ത നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? mg മൈനസ് ബോയൻസി ഫോഴ്സ് ആയിരിക്കും. കാര്യം mgന്റെ വാല്യൂ കൂടുതലായിരിക്കണം, ബോയൻസി ഫോഴ്സ് കുറവായിരിക്കണം. എങ്കിൽ മാത്രമേ താഴേക്ക് മുങ്ങിക്കിടക്കുകയുള്ളൂ. ബോയൻസി ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ ഉറപ്പായി എന്ത് ചെയ്യും? അത് സർഫസിലാണ് കാണുന്നത്. സോ സർഫസിൽ കണ്ടു കഴിഞ്ഞാൽ ഓസിലേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി mg ആയിരിക്കും വലുത് ആരെക്കാളും? ബോയൻസി ഫോഴ്സിനെക്കാളും. ശരി, നമുക്ക് ഈ എഫ് നെറ്റിന് പകരം പറയാം mg ഇഫക്റ്റീവ്. ശരിയാണോ? എഫ് നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആകെ ഫോഴ്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു mg ഇഫക്റ്റീവ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഞാൻ mg അതുപോലെ എഴുതി. ഇനി ബോയൻസി ഫോഴ്സ്, മക്കളെ ബോയൻസി ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പഠിച്ചതാണ്. ബോയൻസി ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഈ മുക്കി വെച്ചിരിക്കുന്ന ബോഡിയുടെ വോളിയം. കേട്ടോ, മുക്കി വെച്ചിരിക്കുന്ന ബോഡിയുടെ വോളിയം V ആണെങ്കിൽ ആ V. ഇനി ആ ഡെൻസിറ്റി എടുക്കേണ്ടത് ലിക്വിഡിന്റെ ഡെൻസിറ്റി എടുക്കേണ്ടത്, ലിക്വിഡിന്റെ ഡെൻസിറ്റി. ഇനി G. സോ v⁴g. ഈ ഇക്വേഷൻ എങ്ങനെയല്ല പഠിക്കേണ്ടത്? ഏത് ബോഡിയെയാണോ മുക്കി വെച്ചിരിക്കുന്നത് ആ ബോഡിയുടെ വോളിയം, ഇത് എവിടെയാണോ മുക്കി വെച്ചിരിക്കുന്നത് ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ഇൻറ്റു G. ഇതാണ് ബോയൻസി ഫോഴ്സിന്റെ ഇക്വേഷൻ.
ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. സോ വി റോ ജി. ഇനി നമ്മൾ എഴുതാൻ പോവാണ്. ഞാൻ ബോയൻസി ഫോഴ്സിന് പകരം പറഞ്ഞു വി റോ ജി. നോക്ക്, മാസ് എന്താണ്? ഇതിന്റെ മാസ് ആണ്, ശരിയല്ലേ? എം മാസ് നമ്മൾ ഇതിന്റെ എടുത്തേക്കുന്നത്. മാസിന് പകരം പറയാം വി ഇൻറ്റു സിഗ്മ. സോ മാസിന് പകരം പറഞ്ഞു വി ഇൻറ്റു സിഗ്മ. ജി ഇഫക്റ്റീവ് ഞാൻ അതുപോലെ എഴുതി, വിച്ച് ഈസ് ഈക്വൽ ടു, വീണ്ടും മാസ് കിടക്കുന്നു. സോ വി ഇൻറ്റു സിഗ്മ. ജി ഞാൻ അതുപോലെ എഴുതി, ഈ ജി അതുപോലെ എഴുതി, മൈനസ് വി റോ ജി. മക്കൾ ഇവിടെ എല്ലാം വി ഉണ്ട്. വി നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. സോ നമുക്ക് കിട്ടും ജി ഇഫക്റ്റീവ്. ജി ഇഫക്റ്റീവിന്റെ വാല്യൂ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ജി മൈനസ് റോ ജി ഈ ഡിവൈഡ് ബൈ എന്തുണ്ട്? സിഗ്മ. സോ നമുക്ക് ആരെ കോമൺ എടുക്കാം? ജിയെ കോമൺ എടുക്കാം. സോ ജി ഇഫക്റ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ ജിയെ കോമൺ എടുത്തു. ജിയെ കോമൺ എടുക്കുമ്പോൾ ഇവിടെ സിഗ്മ മൈനസ് റോ ഡിവൈഡ് ബൈ സിഗ്മ എന്ന് കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഇതിനെ മുറിച്ചെഴുതാം. ജി ഇഫക്റ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു, ജി ഞാൻ അതുപോലെ എഴുതി, ഇത് 1 മൈനസ് റോ ഡിവൈഡ് ബൈ സിഗ്മ എന്ന് കിട്ടും. സോ നമുക്ക് ആരുടെ വാല്യൂ കിട്ടി മക്കളെ? ജി ഇഫക്റ്റീവിന്റെ വാല്യൂ കിട്ടി. ഇതൊരു ഫേമസ് റിലേഷൻ ആണ്. ജി ഇഫക്റ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് റോ ഡിവൈഡ് ബൈ സിഗ്മ. മക്കളെ റോ ശ്രദ്ധിക്കണം. റോ എന്താണ്? ലിക്വിഡിന്റെ ഡെൻസിറ്റിയാണ് റോ എന്ന് പറയുന്നത്. അതുപോലെ സിഗ്മ എന്താണ്? ബോബിന്റെ ഡെൻസിറ്റിയാണ് സിഗ്മ എന്ന് പറയുന്നത്. മനസ്സിലായോ? റോ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഡെൻസിറ്റി, സിഗ്മ എന്ന് പറയുന്നത് ബോബിന്റെ ഡെൻസിറ്റി. അങ്ങനെയെങ്കിൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ടി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 2 പൈ റൂട്ട് ഓഫ് ഈ പെൻഡുലത്തിന്റെ ലെങ്ത് എൽ ആണെന്ന് കരുതിക്കോ. സോ എൽ ഡിവൈഡ് ബൈ ജി ഇഫക്റ്റീവ് വിച്ച് ഈസ് ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി ഇഫക്റ്റീവിന് പകരം പറയണം ജി ഇൻറ്റു 1 മൈനസ് റോ ഡിവൈഡ് ബൈ സിഗ്മ. മനസ്സിലായോ മക്കളെ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ, കുഞ്ഞു കാര്യമാണ്. സോ ഇത് ആക്ച്വലി എവിടെ പഠിച്ചതാണ്? ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചതാണ്. ഇത് എവിടെ പഠിച്ചതാണ്? ഇത് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പഠിച്ചതാണ്. സോ ഇങ്ങനെ റിലേഷൻ ഉണ്ടായി. സോ ഇങ്ങനെ മറ്റുള്ള ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ കാണാൻ കഴിയും. പേടിക്കേണ്ട. സാധ്യതയുള്ള എല്ലാ മോഡലും ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ഭംഗിയാവണം ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. നെക്സ്റ്റ് സെക്ഷൻ നോക്കൂ മക്കളെ, നമുക്കിനി പ്രോബ്ലംസിലേക്ക് വരാം. കോൺസെപ്റ്റുകൾ കഴിഞ്ഞിട്ടില്ല. സിമ്പിൾ പെൻഡുലവും ഞാൻ പറഞ്ഞു മുന്നേ ഉള്ള പഠിച്ച ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സുമായിട്ടും, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അതുപോലെയാണെങ്കിൽ മാഗ്നറ്റിസം, ഇതെല്ലാം കമ്പൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. സോ അത്തരം ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടില്ല. പഠിക്കുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും സിമ്പിൾ പെൻഡുലവുമായിട്ടുള്ള റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ശരി. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. എവിടെയൊക്കെ സിമ്പിൾ പെൻഡുലം ഉണ്ടോ അവിടെ എല്ലാം ഞാനാണെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞ് അത് ചെയ്ത് മുന്നോട്ട് പോകും. ഓക്കെ, ശരി മക്കളെ. ഒരു കോൺസെപ്റ്റും യാതൊരു കോൺസെപ്റ്റും സ്കിപ്പ് ചെയ്യാൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കണ്ടന്റിനെ പറ്റി നിങ്ങൾ വെറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പറയുന്ന കോൺസെപ്റ്റ് ഭംഗിയായി പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടിയിരിക്കും. നോക്കൂ മക്കളെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. The time period of a simple pendulum in a lift accelerating upwards with acceleration A is T1 6 seconds. സോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ലിഫ്റ്റ് ആണ്. ലിഫ്റ്റ് എന്ത് ചെയ്യാണ്? ആക്സലറേറ്റിംഗ് അപ്വേർഡ്. അങ്ങനെയെങ്കിൽ അതിന്റെ ടൈം പീരീഡ് ഇക്വേഷൻ മക്കളെ നിങ്ങൾ പറയുക ടി വിച്ച് ഈസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജി പ്ലസ് എ ആണ്. അതിന്റെ വാല്യൂ ഉണ്ട് T1 ആണ്. T1ന്റെ വാല്യൂ എത്രയാണ്? 6 സെക്കൻഡ് ആണ്. ഇത് തന്നിട്ടുണ്ട്. അടുത്തെന്താണ്? ഇറ്റ് ഈസ് T2 which is equal to 8 seconds when lift is coming downwards with the same constant acceleration A. ലിഫ്റ്റ് താഴേക്ക് വരികയാണ്. ഈ ലിഫ്റ്റ് ഇനി താഴേക്ക് വരികയാണ് അതേ ആക്സലറേഷനിൽ, എ എന്ന ആക്സലറേഷനിൽ. സോ ടൈം പീരീഡ് എത്രയാണ്? T2 ആണ്. സോ താഴേക്ക് വരുന്നെങ്കിൽ ടൈം പീരീഡ് ഇക്വേഷൻ 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി മൈനസ് എ എന്നാണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 8 സെക്കൻഡ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം വെൻ ലിഫ്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ, ലിഫ്റ്റ് റെസ്റ്റിലാണെന്ന് കരുതുക. ഇത് റെസ്റ്റിലാണ്. സോ ടൈം പീരീഡ് ഇക്വേഷൻ എന്താണ്? ടി വിച്ച് ഈസ് ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ലെങ്ത് തന്നിട്ടില്ല. തന്നായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമായിരുന്നു.
ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണ്? ലെങ്ത് തന്നിട്ടില്ല. അപ്പോൾ ലെങ്തിനെ ഇവിടെ നിന്നും കണ്ടുപിടിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ ഇക്വേഷനെ ഇവിടെ നിന്നും കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ ആണോ? സോ അതിനുവേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? T1 ഉം T2 ഉണ്ട്. നമുക്ക് T1 ഡിവൈഡ് ബൈ T2 കണ്ടുപിടിക്കാം. T1 ഡിവൈഡ് ബൈ T2 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് T1 ഡിവൈഡ് ബൈ T2 ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2π 2π എന്ത് ചെയ്യും മക്കളെ? ക്യാൻസൽ ആയി പോകും. ഈ റൂട്ട് എല്ലും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ഇതിനെ മുകളിൽ കൊണ്ടുവരാം, ഇതിനെ താഴെ കൊണ്ടുവരാം. സോ ആൻസർ കിട്ടും റൂട്ട് ഓഫ് G മൈനസ് എ ഡിവൈഡ് ബൈ G പ്ലസ് എ എന്ന് കിട്ടും. ഞാൻ സ്ക്വയർ ചെയ്യേണ്ടി വരും. സോ T1 സ്ക്വയർ ഡിവൈഡ് ബൈ T2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു G മൈനസ് എ ഡിവൈഡ് ബൈ G പ്ലസ് എ. ശരി, T1 സ്ക്വയർ എന്താ മക്കളെ? T1 സ്ക്വയർ എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ എത്രയാണത്? 36 ആണ്. T1 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. സോ 6ന്റെ സ്ക്വയർ 36 ഡിവൈഡ് ബൈ 8ന്റെ സ്ക്വയർ എത്രയാണ്? 64 which is equal to G minus A divided by G plus A. നമുക്കിതിനെ 4 കൊണ്ട് വെട്ടിക്കളയാം. ഇത് 9 കിട്ടും, ഇത് 16 കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 9G plus 9A which is equal to 16G minus 16A. കിട്ടിയില്ലേ? ഇനിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയാണെങ്കിൽ 16G ഉണ്ട്. നമുക്കിതിന് ഇവിടെ കൊണ്ടുവരാം. സോ നമുക്ക് കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 7G എന്ന് കിട്ടും. ഇതിനെവിടെ കൊണ്ടുപോവാം? അപ്പോൾ നമുക്ക് കിട്ടും 16A പ്ലസ് 9A എത്ര കിട്ടും? 25A. സോ A വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 7G ഡിവൈഡ് ബൈ 25 എന്ന് ആക്സലറേഷൻ്റെ വാല്യൂ കിട്ടി. അത്ര എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിനെ നമുക്ക് ഏതെങ്കിലും ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. നമുക്ക് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. എയുടെ വാല്യൂ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. പറഞ്ഞേ T1 വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L ഡിവൈഡ് ബൈ G ഞാൻ അതുപോലെ എഴുതി, പ്ലസ് എക്ക് പകരം പറഞ്ഞു 7G ഡിവൈഡ് ബൈ 25 വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് T1 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് നമുക്കറിയാം. T1 പകരം നമുക്ക് 6 എന്ന് തന്നെ പറയാം. 6 which is equal to 2π ഞാൻ അതുപോലെ എഴുതി, റൂട്ട് ഓഫ് L ഞാൻ അതുപോലെ എഴുതി. ഇനി ഇതിനെ ചെയ്ത് നോക്കേ. സോ എത്ര കിട്ടും? 25G പ്ലസ് 7G 32G ഡിവൈഡ് ബൈ 25. ഇത് മുകളിൽ വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് L ഇൻറ്റു 25 ഡിവൈഡ് ബൈ G ഇൻറ്റു 32. So 6 which is equal to 2π into root of L by G ഞാൻ അതുപോലെ എഴുതി. ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു റൂട്ടിൻ്റെ വെളിയിൽ എഴുതാൻ പോവുകയാണ്. 25 റൂട്ടിൻ്റെ വെളിയിൽ വരുമ്പോൾ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ ഇത് എത്ര കിട്ടും? റൂട്ട് 32. സോ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടുന്നത്. ശരിയാണോ? ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടുന്നത്. സോ ഇങ്ങോട്ട് കൊണ്ടുപോവാ. 6 ഇൻറ്റു റൂട്ട് 32 ഡിവൈഡ് ബൈ 5 which is equal to 2π into root L by G. സോ ടൈം പീരീഡിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. എത്രയാണ് ഇത്? നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോൾ എത്രയാണോ ആൻസർ കിട്ടുന്നത് അത്രയും സെക്കൻഡ് ആയിരിക്കും ടൈം പീരീഡിൻ്റെ വാല്യൂ. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ചെയ്യേണ്ടത് കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ട്. അത്രയും മാത്രമേ പ്രയാസമുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യണം മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വീഡിയോ പോസ് ചെയ്യുക. സ്വന്തമായിട്ട് എല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് നോക്കി. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിന് ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ ക്വസ്റ്റ്യൻ എന്താണ്? എ സിമ്പിൾ പെൻഡുലം ഹാസ് ടൈം പീരീഡ് T1. ഒരു സിമ്പിൾ പെൻഡുലത്തിന് ടൈം പീരീഡ് എത്രയാണ്? T1 ആണ്. സോ T വിച്ച് ഈസ് ഈക്വൽ നമുക്കറിയാം 2π റൂട്ട് ഓഫ് L ഡിവൈഡ് ബൈ G ആണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന് ടൈം പീരീഡ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? T1 ആണ്. ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇതാണ് സിമ്പിൾ പെൻഡുലം എങ്കിൽ ഞാൻ പറഞ്ഞു ഇത് ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ഉണ്ടോ? ഈ പോയിന്റ് ആണ് പോയിന്റ് ഓഫ് സസ്പെൻഷൻ. സ്റ്റാർട്ട് മൂവിങ് അപ്വേർഡ്സ്. പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്ത് ചെയ്യാണ്? മുകളിലോട്ട് മൂവ് ചെയ്യുകയാണ്, അപ്വേർഡ്സ്. അക്കോർഡിംഗ് ടു റിലേഷൻ y which is equal to kt square. സോ ഇതിന്റെ റിലേഷൻ എന്താണ്? y which is equal to kt square. കെന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2t square.
ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്ത് മോഷനാണ് മക്കളെ, ഇത് യൂണിഫോം ആക്സലറേഷൻ ആണ്. കാര്യം ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷനിൽ ടീമിന്റെ പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ആ 2 വന്നു കഴിഞ്ഞാൽ എന്താണ്, യൂണിഫോം ആക്സലറേഷൻ ആണ്. നമ്മളിവിടെ പഠിച്ചതാണ്, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചതാണ്. ശരി, നമുക്ക് ഇതിൽ നിന്ന് ആക്സലേഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ആക്സലേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞ് ഡി വൈ ഡിവൈഡ് ബൈ വെലോസിറ്റി കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യമേ വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിച്ച മക്കളെ, വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ഡി വൈ ഡിവൈഡ് ബൈ ഡി ടി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞ് 40 എന്ന് കിട്ടും. ശരിയാണോ? ആക്സലേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ഡി വി ഡിവൈഡ് ബൈ ഡി ടി ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആക്സലേഷൻ കിട്ടും. സോ മുകളിലേക്ക് ഒന്നുണ്ട്, ആക്സലറേഷൻ ഉണ്ട്. ആക്സലറേഷൻ വാല്യൂ എത്രയാണ്, 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. When y is the vertical displacement in meters and t is in second, the time period now becomes t2. So t2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ഉണ്ടെങ്കിലുള്ള ടൈം പീരീഡ് ആണ്. അതായത് 2π റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ മുകളിലേക്കാണ് ആക്സലറേഷൻ ഉണ്ടായത്, അതുകൊണ്ട് g പ്ലസ് a എന്ന് പറയേണ്ടി വരും. അതിൻ്റെ വാല്യൂ ആണ് t2. സോ നമുക്കറിയാം 2π റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി പ്ലസ് എ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ, 4 ആണ്. നമുക്കതിന് വാല്യൂ കൊടുക്കാം. 2π റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി എന്ന് പറഞ്ഞാൽ 10 എടുക്കാം. ഇവിടെയാണെങ്കിൽ 2π റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ 10 പ്ലസ് 4 14. സോ T2ൻ്റെ വാല്യൂ ഇതാണ്, T1ൻ്റെ വാല്യൂ ഇതാണ്. നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, റേഷ്യോ ഓഫ് T2 ഡിവൈഡ് ബൈ T1 ദ ഹോൾ സ്ക്വയർ. സോ T2 ഡിവൈഡ് ബൈ T1 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് T2 എന്താ മക്കളെ, ഇതാണ് T2 എന്ന് പറയുന്നത്. T1 എന്താണ്, ഇതാണ് T1 എന്ന് പറയുന്നത്. ശരിയാണോ? സോ ഇതിൻ്റെ 2π ക്യാൻസൽ ആവും, റൂട്ടിൽ ക്യാൻസൽ ആവും. മനസ്സിലാവുന്നുണ്ടോ? T2 ഡിവൈഡ് ബൈ T1 എന്നാണ്. സോ ഇത് എന്ത് ചെയ്യണം, ആദ്യം കിടക്കണം, ഇത് രണ്ടാമത് വരണം. അങ്ങനെ ഇതിൽ ആദ്യം എന്ത് വരും, ഇത് വരും 10 ഡിവൈഡ് ബൈ 40, റൂട്ട് ഓഫ് 10 ഡിവൈഡ് ബൈ 40. സോ T2 ഡിവൈഡ് ബൈ T1 വിച്ച് ഈസ് ഈക്വൽ ടു ദ ഹോൾ സ്ക്വയർ ആണ് വേണ്ടുന്നത്. ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഈ റൂട്ട് അങ്ങ് പോയി കിട്ടും, 10 ഡിവൈഡ് ബൈ 14 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ 7. സോ ആൻസർ എത്രയാണ്, 5/7 ആണ് ആൻസർ. മനസ്സിലായോ? സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ, കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. ആക്ച്വലി എന്താണ്, വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. ഇതിനാണോ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, അടുത്തത് ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ എന്താണ്, ഗ്രാവിറ്റേഷനും സിമ്പിൾ ഹാർമോണിക് മോഷൻ തമ്മിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം അറ്റ് എ ഹൈറ്റ് 2 RE above earth surface if its time period on surface of earth is t? സോ എർത്തിന്റെ സർഫസിലാണെങ്കിലുള്ള ടൈം പീരീഡ് എത്രയാണ്, t ആണ്. ഇവിടുത്തെ ടൈം പീരീഡ് എത്രയാണ്, t ആണ്. t വിച്ച് ഈസ് ഈക്വൽ നമുക്കറിയാം 2π റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം അറ്റ് ഹൈറ്റ് 2 RE above the surface? സർഫസിന് മുകളിലുള്ള ഹൈറ്റ് ആണ് h, വിച്ച് ഈസ് ഈക്വൽ ടു 2r, റേഡിയസിന്റെ ഇരട്ടി. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ജി ഡാഷിന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ജി ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു, കൊണ്ട് മാറ്റി എഴുതാം, ജി ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 പ്ലസ് എച്ച് ഡിവൈഡ് ബൈ ആർ ദ ഹോൾ സ്ക്വയർ. ഇത് പഠിച്ച ഇക്വേഷൻ ആണ് അല്ലേ? സോ ജി ഞാൻ അതുപോലെ എഴുതി, ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എച്ചിന് പകരം പറഞ്ഞു 2r ഡിവൈഡ് ബൈ ആർ ഉണ്ട് ദ ഹോൾ സ്ക്വയർ. സോ 6 ക്യാൻസൽ ആയി, 1 + 2 3 ആണ്, 3 സ്ക്വയർ 9 ആണ്. സോ ജി ഡിവൈഡ് ബൈ 9 എന്ന് കിട്ടും. സോ ഇവിടുത്തെ ടൈം പീരീഡ് ആണ് ടി ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി ഡാഷിന് പകരം പറയണം ജി ഡിവൈഡ് ബൈ 9. സോ ഇൻറ്റു 9 റൂട്ടിന് പുറത്ത് വരുമ്പോഴത്തേക്കും 3 ഇൻറ്റു 2π റൂട്ട് ഓഫ് എൽ ഡിവൈഡ് ബൈ ജി. എന്താണ് 2π റൂട്ട് ഓഫ് എൽ ബൈ ജി എന്താണ്, അത് ടി ആണ്. സോ ടി ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ടി എന്ന് കിട്ടും. സിമ്പിൾ, സോ സിമ്പിൾ, കുഞ്ഞു ക്വസ്റ്റ്യൻ. സോ ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇതാണോ നമുക്ക് കിട്ടിയ ആൻസർ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, അടുത്തത് ഒരു കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. എ ഗേൾ ഈസ് സ്വിംഗിങ് ഓൺ എ സ്വിംഗ് ഇൻ ദ സിറ്റിംഗ് പൊസിഷൻ. What shall be the effect on the frequency of oscillation if she stands up? നോക്ക്, ഇതൊരു ഊഞ്ഞാലാണ്. ആ ഊഞ്ഞാലിൽ ഇരുന്നു കൊണ്ട് ഒരു പെൺകുട്ടി ഊഞ്ഞാലാടുകയാണ്. ഇരുന്നു കൊണ്ടെന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴെയായിരിക്കും. കണ്ടോ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴെയായിരിക്കും.
അതുപോലെ നമുക്കറിയാം ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും സെന്റർ ഓഫ് ഗ്രാവിറ്റിയുള്ള ദൂരമാണ് ലെങ്ത് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2π√L/g ആണ്. സോ ഇവിടെ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് സസ്പെൻഷൻ തൊട്ടാണെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള അകലമാണ്. ഇനിയാണെങ്കിൽ പെൺകുട്ടി എഴുന്നേറ്റ് നിന്നാണ് ഊഞ്ഞാലാടുന്നതെങ്കിൽ ഉറപ്പായിട്ടും സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ത് ചെയ്യും? മുകളിലേക്ക് മാറും. അതുകൊണ്ടാണെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലേക്ക് മാറുന്നെങ്കിൽ ഉറപ്പായിട്ടും ആരുടെ വാല്യൂ കുറയും? ലെങ്തിന്റെ വാല്യൂ കുറയും. സോ ലെങ്തിന്റെ വാല്യൂ കുറയുന്നെങ്കിൽ നമുക്ക് ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ടു √L ആണ്. ലെങ്തിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ആരും കുറയും മക്കളെ? ടൈം പീരീഡിന്റെ വാല്യൂവും കുറയും. നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? 1 ടൈം പീരീഡ് ആണ്. സോ ടൈം പീരീഡിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ വാല്യൂ കൂടും? ഫ്രീക്വൻസിയുടെ വാല്യൂ കൂടും. അതായത് കൂടുതൽ തവണ ഓസിലേറ്റ് ചെയ്യാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? ടൈം പീരീഡ് കുറഞ്ഞു പോകും. ശരി, ഇനി അടുത്തതും ഒരു കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. വീഡിയോ പോസ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ ആൻസർ പറയാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ആൻസർ പറയാൻ ശ്രദ്ധിക്കുക. The bob of a simple pendulum is a hollow sphere. ഒരു സിമ്പിൾ പെൻഡുലം ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബാണ് ഞാൻ താഴെ കാണിച്ചിരിക്കുന്നത്. ഈ ബോബ് എന്താണ്? ഒരു ഹോളോ സ്പിയർ ആണ്. ഫിൽഡ് വിത്ത് വാട്ടർ. ഇതിനകത്ത് എന്തോ നിറച്ചുകൊണ്ട് വെള്ളം നിറച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ how will the time period of oscillation change if the water being drained out. സോ വെള്ളമാണെങ്കിൽ താഴേക്ക് എന്താണ്? ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ പോവുകയാണെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യും? ടൈം പീരീഡിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഹോളോ സ്പിയർ ത്രൂ ദ സ്മോൾ ഹോൾ ഇൻ ദ ബോട്ടം. ബോട്ടത്തിലാണ്. ഓക്കെ, ബോട്ടത്തിലാണ് നമ്മുടെ ഹോള്. അപ്പോൾ ടൈം പീരീഡിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ബോട്ടത്തിൽ ഒരു ഹോളുണ്ട്, വെള്ളം ഡ്രെയിൻ ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഊർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് വെള്ളത്തിൻ്റെ ലെവൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ടൈം പീരീഡിന്, ഓസിലേറ്റ് ചെയ്യുന്ന പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? നോക്കൂ മക്കളെ, ഇവിടെ വെള്ളം പൂർണ്ണമായി നിറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ്? കറക്റ്റ് നടുക്കാണ്. സോ നമ്മുടെ ഇത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആണ് എങ്കിൽ പോയിന്റ് ഓഫ് സസ്പെൻഷനിൽ നിന്നും നമുക്ക് ഇങ്ങോട്ടുള്ള ലെങ്ത് ആണ് എടുക്കേണ്ടത്. സോ L എത്രയാണ്? ഇതാണ്. സോ T which is equal to 2π√L/g. ഇനിയാണെങ്കിൽ വെള്ളം ചോർന്ന് പോകുന്ന അനുസരിച്ചാണെങ്കിൽ ലെവൽ കുറയും. ലെവൽ കുറയുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കുറയും. സോ ഇപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോഴാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ത് ചെയ്തു? താഴേക്കായിട്ടുണ്ട്. വെള്ളം ചോർന്ന് പോകുന്നതനുസരിച്ച് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴേക്കാവും. അതിൻ്റെ ഫലമായിട്ട് ലെങ്തിൻ്റെ വാല്യൂ എന്ത് ചെയ്യും മക്കളെ? കൂടും. ലെങ്തിൻ്റെ വാല്യൂ കൂടും. സോ ലെങ്തിൻ്റെ വാല്യൂ കൂടിയാൽ എന്ത് ചെയ്യും? ടൈം പീരീഡും കൂടും. കാര്യം T' which is equal to 2π ആണ്. T' which is equal to 2π√L'/g എന്നാണ്. അപ്പോൾ ആര് കൂടി? ലെങ്ത് കൂടി. നമുക്ക് ഇതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ലെങ്ത് കൂടുതലാണ്. ലെങ്ത് കൂടുന്നതിൻ്റെ ഫലമായിട്ട് ആര് കൂടും? ടൈം പീരീഡ് കൂടും. സോ ടിയേക്കാളും വലുതാണ് ആര്? T' എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിൻ്റെ ടൈം പീരീഡ് കൂടി. ഇനി എന്ത് ചെയ്യും? വെള്ളം പൂർണ്ണമായും എന്ത് ചെയ്ത് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മളുടെ ഈ ഒരു ഹോളോ സ്പിയർ ആണെങ്കിൽ എം ടി ആയി. അങ്ങനെ എം ടി ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? സെൻട്രൽ മാസ് എവിടെ വരും? നടുക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും പഴയ സ്ഥാനത്തിലേക്ക് തിരിച്ചു വരും. അതായത് വീണ്ടും L തന്നെയായിരിക്കും. ഇവിടെ വീണ്ടും T ആയിരിക്കും ടൈം പീരീഡ്. 2π√L/g ആയിരിക്കും. സോ എന്താണ് സംഭവിച്ചത്? ആദ്യമേ ടൈം പീരീഡ് എന്ത് ചെയ്യും? ഈ ടൈം പീരീഡ് കൂടി കണ്ടോ? പിന്നെ എന്ത് ചെയ്യും? കുറഞ്ഞ് പഴയ പോലെയാകും. സോ ആദ്യം എന്ത് ചെയ്യും? ടൈം പീരീഡ് കൂടും. കണ്ടോ? വെള്ളം ചോർന്നു പോകുന്നതനുസരിച്ച്, വെള്ളമാണെങ്കിൽ ഡ്രെയിൻ ഔട്ട് ആവുന്നതനുസരിച്ച് ടൈം പീരീഡ് എന്ത് ചെയ്യും? കൂടി അതിന് ശേഷം എന്ത് ചെയ്യും? വെള്ളം പൂർണ്ണമായും ചോർന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ ടൈം പീരീഡ് അതിൻ്റെ പഴയ സ്ഥാനത്തേക്ക് മടങ്ങി വരും. ഇതാണ്. ആദ്യം എന്ത് ചെയ്യും? കൂടും, പിന്നെ എന്ത് ചെയ്യും? പഴയ പോലെ മടങ്ങി വരും. ഇതാണ് ഇതിൻ്റെ ആൻസർ.